Hello students, welcome to Easy Learning with സുവിത. ഹലോ സ്റ്റുഡൻസ്, 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ മുരിങ്ങാമരത്തോപ്പ് എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് അഥവാ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വിശദമായിട്ടുള്ള ഉത്തരങ്ങളാവും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുക. കാരണം പരീക്ഷയ്ക്ക് നമുക്ക് വിശദമായിട്ടുള്ള ഉത്തരങ്ങൾ പഠിച്ചാൽ മാത്രമാണ് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതാൻ കഴിയുകയുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. ഒന്നാമത്തെ ചോദ്യം, ഒട്ടേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു, എവിടെയും ഇതുവരെ ഉറച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. നരേന്ദ്രൻ്റെ മനസ്സിൽ സംഘർഷമുണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, പച്ചക്കുണുക്കിട്ട് കാറ്റിലാടി ഉലയുന്ന പുന്നമര സുന്ദരികൾ, മണൽപ്പരപ്പിൽ വളർന്നു നിൽക്കുന്ന രാമച്ചക്കാടുകൾ, നാട്ടുമാവുകൾ, പായൽക്കുളങ്ങൾ, കൈത്തോടുകൾ, തോടുകൾക്കിരുപുറവും കരവെച്ച പൂക്കൈതകൾ, അറ്റക്കഴകൾ. ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള പ്രയാണം അവിസ്മരണീയമാണ്. കേരളത്തിൽ എത്തിപ്പെടുക നരേന്ദ്രൻ്റെ ലക്ഷ്യമായിരുന്നു. കേരളത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് കിടക്കുന്ന അച്ഛൻ്റെ ജന്മനാട്. അച്ഛൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നരേന്ദ്രനിൽ സൃഷ്ടിക്കുന്ന വൈകാരിക അനുഭവങ്ങൾ എന്തെല്ലാം? മറ്റ് സന്ദർഭങ്ങൾ കൂടി വിശകലനം ചെയ്ത് കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. മൂന്നാമത്തെ ചോദ്യം, നരേന്ദ്രൻ്റെ പൊള്ളുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ തെല്ലുനേരം സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റ് വീശിയോ? ഇരുൾ മൂടിയ സന്ധ്യ മുരിങ്ങമരത്തോപ്പുകളെയും പുന്നമരക്കൂട്ടങ്ങളെയും തന്നിൽ നിന്ന് അകറ്റുകയാണെന്ന ബോധം അവനെ അസ്വസ്ഥനാക്കി. ഇത്തരം വാക്യങ്ങൾ കഥാസന്ദർഭത്തെ ഭാവസാന്ദ്രമാക്കുന്നതെങ്ങനെ? വിശകലനം ചെയ്യുക. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ചോദ്യം 4, ചീനവലകൾക്ക് മുകളിൽ പൊന്മകൾ ഉറങ്ങുന്നു. ചീനവലകൾക്ക് മുകളിൽ ഉറക്കം നടിച്ചിരിക്കുന്ന പൊന്മകൾ. പിതാവിൻ്റെ ജന്മദേശത്തെ വർണ്ണിക്കുന്നു. പിതാവിൻ്റെ ജന്മദേശത്തെക്കുറിച്ചുള്ള വർണ്ണന. അടിവരയിട്ട പദജോഡികൾ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുക. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ചോദ്യം 5, തൻ്റെ പിതാവിനെ കണ്ടുമുട്ടിയ ശേഷം നരേന്ദ്രൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയാവാം? അവ സങ്കല്പിച്ച് എഴുതുക. ചോദ്യം 6, പ്രമേയം, ആഖ്യാനരീതി, ഭാഷ തുടങ്ങിയവ പരിഗണിച്ച് കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക.
ചോദ്യം 7. ദേശം എഴുത്തുകാരെയും സാഹിത്യകൃതികളെയും സ്വാധീനിച്ചതിലെ വൈവിധ്യം പരിചയപ്പെട്ടല്ലോ. യൂണിറ്റിലെ രചനകളും നിങ്ങളുടെ വായനാനുഭവങ്ങളും അടിസ്ഥാനമാക്കി ദേശവും എഴുത്തും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക.